ഒരു സാക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്നത്തെ മെസ്സേജ്. ദൈവം എന്നെ ബലപ്പെടുത്തിയ ആ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് അധികമായിട്ടും നിങ്ങളോട് പങ്കുവയ്ക്കുവാനും താല്പര്യപ്പെടുന്നു. ഇതിനാധാരമായിട്ട് നമുക്ക് ഒരു വേദവാക്യം വായിക്കാം. 1 പത്രോസ് 5:4. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അപ്പോൾ ഈ ഇടയശ്രേഷ്ഠൻ്റെ ഒരു പ്രത്യേകത പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത്, അവൻ ഈ റിവാർഡുകൾ കൊടുക്കുന്നവനാണ്. ഇടയശ്രേഷ്ഠൻ്റെ പ്രത്യേകത, അവൻ റിവാർഡുകൾ കൊടുക്കുക. കാരണം അവൻ വരുമ്പോൾ വാടാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നത്, ഇടയശ്രേഷ്ഠൻ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ണടച്ച് ആർക്കും റിവാർഡ് കൊടുക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ഇടയശ്രേഷ്ഠൻ്റെ പ്രത്യേകത, അവൻ നമ്മെ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹൗ ഷീ ഡു. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയുള്ള ഒരു ശ്രേഷ്ഠ ഇടയൻ്റെ വലിയ റിവാർഡിന് വേണ്ടി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? വാടാത്ത കിരീടം നമ്മൾ പ്രാപിക്കും. അത് അവൻ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണെങ്കിൽ, ആ ഇടയശ്രേഷ്ഠൻ നാം ഇന്നിവിടെ ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളത്, ഹല്ലേലൂയ, നമ്മെ മോണിറ്റർ ചെയ്തിട്ട് നമുക്ക് വേണ്ടുന്ന റിവാർഡുകൾ തക്ക സമയത്ത് അവൻ നൽകുന്ന നല്ലവനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. നമുക്ക് അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. നിങ്ങളിലുള്ള മൂപ്പന്മാരെ, ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അധികമായിട്ടും ലീഡേഴ്സിനോട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെല്ലാം എന്തെല്ലാം ഡ്യൂട്ടികൾ എടുത്തിട്ടുണ്ട്, റെസ്പോൺസിബിലിറ്റി എടുത്ത്, നമുക്ക് ലീഡേഴ്സ് ആൻഡ് വോളണ്ടിയേഴ്സ് എല്ലാവരും ഡ്യൂട്ടികൾ എടുത്തുകൊണ്ട്, ഡ്യൂട്ടി ആർക്കെങ്കിലും ഇല്ലെന്ന് കണ്ടാൽ അവരെ പോയി കണ്ട് എന്തെങ്കിലും കൊടുക്കും, അല്ലേ? എല്ലാവരും അത് ആമേൻ പറയും. ആമേൻ. അതുകൊണ്ട് ഒരു ലീഡർഷിപ്പിലൊക്കെ ആവുമ്പോൾ നമുക്ക് നമ്മളോട് സംസാരിക്കുകയാണ്. ഇവിടെ പൗലോസ് അങ്ങനെയുള്ളവരോടാണ് സംസാരിക്കുന്നത് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കൂട്ടുമൂപ്പനായ താനും ഒരു ലീഡറാണ് എന്ന ആ ഒരു ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. വായിച്ചാട്ടെ. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേച്ചുകൊള്ളുവിൻ, നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും, ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നും കൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. സ്തോത്രം. ഇവിടെ ആദ്യം പറയുന്നത്, ദൈവം നമ്മെ ഓരോരുത്തരെയും ആക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രത്യേക ഉദ്ദേശത്തോടു കൂടെയാണ്. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അപ്പോൾ നമ്മെ ഓരോരോ ചെറിയ പൊസിഷൻ, സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഒക്കെ തരുമ്പോഴുണ്ടല്ലോ, ദൈവത്തിന് ഹല്ലേലൂയ അതിന് തക്കതായ ഉദ്ദേശമുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ വിചാരണയിൽ ഉള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് എക്സസൈസിങ് ഓവർസൈറ്റ്. എവിടെ ഏത് ഏരിയയാണോ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്, യെസ് റഫല്ല, എവിടെയാണോ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ഏരിയയിൽ, നിങ്ങളെ റെസ്പോൺസിബിലിറ്റി തന്നിരിക്കുന്ന ആ ഏരിയയിൽ നമ്മൾ ശ്രദ്ധിക്കണം. ആ ഏരിയയിൽ എന്തു വേണം? ദ ഫ്ലോക്ക് ഓഫ് ഗാഡ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ. നമ്മുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടാകണം. എനിക്ക് പറയാണ് പ്രജീഷിനോട്, പ്രജീഷേ അവിടെ ഇതാ നമ്മൾ മിക്സർ വേണം ഓപ്പറേറ്റ് ചെയ്യാനെന്ന് പറയുമ്പോൾ, മിക്സർ ഓപ്പറേറ്റ് ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണ്? മിക്സറാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷെ ആർക്ക് വേണ്ടിയാണ്? ഇവിടെ ശുശ്രൂഷിക്കുന്നത് ഒരു കൂട്ടം ജനം വന്നിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെയാണ്? അതിൽ ചാക്കോണ്ട്, അതിൽ ആരൊക്കെ ഇവിടെ കാണുന്നവരെല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവരെ ഉണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് അവിടെ സാരമില്ല, ഒരാൾ കൂടെ 10 പേരുണ്ട് അല്ലെങ്കിൽ ഒരു 50 പേരുണ്ട്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഇന്നു മുതൽ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ശുശ്രൂഷിക്കുന്നത് ആരെയാണ്? ചാക്കോ ആയാലും ശരിയില്ല, സാം ആയാലും ശരിയില്ല, ആരായാലും ശരി, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെയാണ് കേട്ടോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. ചിലർ പറയും, നമ്മുടെ ഇത്രയൊക്കെ മതിയെന്നേ. ഹല്ലേലൂയ. ഒരു വലിയ മന്ത്രി വന്നാൽ അവൻ്റെ അടുത്ത് നല്ല സെറ്റപ്പ് ഭയങ്കരമായിരിക്കണം, പാട്ട് ഭയങ്കരമായിരിക്കണം, മ്യൂസിക് ഭയങ്കര. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ മക്കളാണ് ഇവിടെ ഉള്ളത്, ദൈവത്തെ ആരാധിക്കാൻ വന്നിരിക്കുന്നത്. അവരുടെ സെറ്റപ്പ് ഏറ്റവും ബെറ്റർ ആയിരിക്കണം. അപ്പോൾ അവരെ സേവിക്കുന്നത് പോലെ അല്ലെങ്കിൽ അവരെ എൻകറേജ് ചെയ്യുന്ന പോലെ ആയിരിക്കണം നമ്മുടെ ഓരോ ഡ്യൂട്ടിയും. പ്രജീഷ്, ആർ യു റെഡി ഫോർ ദാറ്റ്? ആമേൻ, ആമേൻ, തംസ് അപ്പ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്
ആ ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ നിങ്ങൾ നോക്കുന്നത് പോലെ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? മേയിച്ചു കൊള്ളുവിൻ. പറഞ്ഞിരിക്കുന്നത് എന്താണ്? മേയിച്ചു കൊള്ളുവിൻ. നിങ്ങൾ അതിനെ എന്ത് ചെയ്യണം? ഷെപ്പേർഡ്. അതിനെ നിങ്ങൾ വേണ്ടതുപോലെ അതിനെ മേയിച്ചു കൊള്ളണം എന്നാണ് പറഞ്ഞത്. മേയിച്ചു കൊള്ളണം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ ദൈവത്തിൽ നിന്ന് എടുക്കുവാൻ താല്പര്യപ്പെടുകയാണ്, വളരെ വേഗത്തിൽ, കാരണം ഇത് കഴിഞ്ഞ് കുറച്ച് സാക്ഷ്യത്തിന് സമയം എനിക്ക് വേണം എന്നുള്ളത് കൊണ്ട്. അപ്പോൾ മേയിച്ചു കൊള്ളുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അവരെ പരിപാലിച്ചു കൊള്ളുവിൻ, അവരെ നടത്തിക്കൊള്ളുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു ഇടയൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം വായിച്ചാട്ടെ, അതിൻ്റെ 15-ാം അധ്യായം, അതിൻ്റെ 4, 5, 6, 7 വാക്യങ്ങൾ. അതിന് മുന്നമേയായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയണം. ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ദൈവമക്കളാണ്. അപ്പോൾ ദൈവമക്കളാണെന്ന് പറയാൻ നമുക്ക് എന്താ ഒരു വലിയ അതിൻ്റെ ആ മൂല്യം കാണിക്കാനായിട്ട് എന്താ? അപ്പോസ്തല പ്രവൃത്തി 20:28 പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനും. അപ്പൊ ഈ ആട്ടിൻകൂട്ടം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? കുഞ്ഞാട് ദൈവത്തിന്റെ ആടാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഈ ആട്ടിൻകൂട്ടത്തിന്റെ പ്രത്യേകത, അവർ ദൈവത്തിന്റെ ആട്ടിൻകൂട്ടാണ്. ഓക്കെ, ദൈവം ചിലരെ വിളിച്ചുകൂടെ കൊണ്ടുവന്നാക്കി എന്ന് മാത്രമല്ല, അവൻ ഈ ആടിനെ ഒന്നിനെ തെരഞ്ഞെടുത്ത് എങ്ങനെയാണെന്നറിയോ? തൻ്റെ സ്വന്തം രക്തം കൊടുത്തുകൊണ്ടാണ് ഇവിടെ ആയിരിക്കുന്ന ചാക്കോയും സാമിനെയും അനീഷ് ബ്രദറെയും എല്ലാവരെയും സമ്പാദിച്ചിരിക്കുന്നത്. വെറുതെ അല്ല, പൈസ കൊടുത്തിട്ടല്ല, പൊന്നു കൊടുത്തിട്ടല്ല, പിന്നെയോ തൻ്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്നവരാ. അപ്പം അവരെയാണ് നിങ്ങൾ ശുശ്രൂഷിക്കുന്നത് എന്ന പൂർണ്ണ ബോധ്യത്തോടെ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്. ആമേൻ. നമ്മൾ നോക്കുന്നത് ഇവനൊരു കുറച്ച് കുറവുണ്ട്, പോട്ടെ, അടുത്തതായിട്ട് കുഴപ്പം ഇവനെ ആകട്ടെ, ഇതൊക്കെ നമ്മൾ നോക്കുന്നത്. നമ്മളൊരു കാര്യം നമ്മളതൊന്നും നോക്കണ്ട. ഇടയനാണോ നമ്മൾ നോക്കേണ്ട കാര്യം, അല്ലെ ശുശ്രൂഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ലീഡറാണോ നമ്മൾ നോക്കുന്നത്? ഹല്ലേലൂയ, അവൻ ദൈവത്തിൻ്റെ ഒരു ആടാണ്. അവന് വില കൊടുത്തിരിക്കുന്നത് ഞാനല്ല, അല്ല അവൻ്റെ അപ്പനല്ല, പിന്നെ ആരാണ്? വില കൊടുത്തിരിക്കുന്നത് യേശുവാണ്. എന്ത് വില കൊടുത്തിരിക്കുന്നത്? തൻ്റെ രക്തം കൊടുത്താ സമ്പാദിച്ചിരിക്കുന്നത്. അതിൻ്റെ മൂല്യം മനസ്സിലാക്കിയിട്ട് വേണം ഞാൻ അവനെ സേവിപ്പാനായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷ നിവർത്തിപ്പാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാടാണ്. ഇനി ആടിൻ്റെ എങ്ങനെയാണ് ആട്ടിടയൻ ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഉദാഹരണത്തിലൂടെ ലൂക്കോസിന്റെ സുവിശേഷം 15:4-7 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ട് എന്നിരിക്കട്ടെ, അതിൽ ഒന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിൻ എന്ന് അവരോട് പറയും. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഇവിടെ ഒരു ഉപമ അവരോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് യേശു ഒരു കാര്യം അവരോട് പറയുകയാണ്. അതായത് ഒരു മനുഷ്യന് 100 ആടുകളുണ്ടായിരുന്നു. അതിൽ ഒന്ന് നഷ്ടപ്പെട്ടപ്പോൾ 99 വിട്ടേച്ച് ആ ഒന്നിനെ തേടി പിടിക്കാൻ പോയി എന്നതാണ് അവിടുത്തെ പെട്ടെന്ന് നമുക്ക് ഞാനും അങ്ങനെ തന്നെ, നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ചിന്തിക്കുന്നത്. എന്നാലേ ഞാൻ ചിന്തിക്കാറുണ്ട്, അയ്യോ പാവം, ഈ ഒരെണ്ണത്തിനെ തേടി പോകുമ്പോൾ ഈ മറ്റ് 99 എണ്ണത്തിൻ്റെ കാര്യം എന്തായിരിക്കും? എന്നാൽ ആ ഇടയൻ ഞാൻ അതിനെക്കുറിച്ച് ഒന്നുകൂടെ ചിന്തിച്ചപ്പോഴേ എന്തായിരിക്കും ഇങ്ങനെ ലീവ് ദം ഇൻ ദ വിൽഡർനെസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇനി ഇവരെ ഈ ഒന്നിനെ തേടി വരുമ്പോഴേക്കും ഇനി ഈ 99 എണ്ണത്തിൻ്റെ കാര്യം എന്തായിരിക്കും എന്ന് ആരോടെ ചോദിക്കുന്നത്? അപ്പോൾ ഇതെൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഡൗട്ടാണ് ഇത്രയും. പക്ഷേ ഇന്നലെയല്ല കഴിഞ്ഞ ദിവസം ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെയല്ല. ഇവിടെ ഈ ആട്ടിടയനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാസ്തവത്തിൽ ഹീ ഈസ് ടേക്കിംഗ് കെയർ ദ 100% ഷീപ്പ്. 100 ആടുകളെയും അവൻ വ്യക്തമായിട്ട് അവൻ എന്ത് ചെയ്യുന്നുണ്ട്? അവൻ പരിപാലിക്കുന്ന ഒരു നല്ല ഇടയൻ. അതിനെയാണ് യേശു കാണിക്കുന്നത്. ഈ 99 എണ്ണത്തിനെ അവൻ മാറ്റി നിർത്തിയിരിക്കുന്ന അവിടെ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്നത് എറിമോസ്, അതായത് ലീവ് ഇൻ ദ വിൽഡർനെസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എറിമോസ് എന്നുള്ള ഗ്രീക്ക് പദം എന്ന് വെച്ചാൽ ഈ വിൽഡർനെസ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഗ്രീൻ പാസ്ചർ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ആടുകളെ 99 ആടുകളെയും
ഒരു നല്ല മേച്ചൽ പുറത്ത് അവനാക്കിയിട്ടാണ്, അവന് നല്ല ഉറപ്പുണ്ട്, ധൈര്യമുണ്ട്, ഈ 99 പെർഫെക്റ്റ് ആണ്. ആ ഉറപ്പുള്ളത് കൊണ്ട് അവൻ എന്ത് ചെയ്തു? ആ ഒന്നിനെ തേടിപ്പോയി. ഈ ഗ്രീൻ പാസ്ചറിൽ വിട്ടിരിക്കുന്ന അവരുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി he trust them and he know them, they won't go anywhere, and they are he provided food for them, green pasture. അവർക്ക് വേണ്ടി അത് കൊടുത്ത് അവരെ ഒരു ട്രസ്റ്റഡ് പ്ലേസ് ആക്കിയിട്ട് എന്ത് ചെയ്തു? നല്ല സ്ഥലം കൊടുത്ത്, നല്ല തീൻ കൊടുത്ത്, പിന്നെയോ അവരെ നല്ല ഒരു ഫെലോഷിപ്പിലാക്കി വെച്ചിട്ടാണ് ഈ ഇടയൻ ആ ഒരാടിനെ തേടി പോകുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ആഴത്തിൽ നോക്കുമ്പോൾ ഈ 99നെയും അബാൻഡൻ ചെയ്തിട്ടല്ല. അതായിരുന്നു എൻ്റെ സംശയം. ഒന്നിനെ കാണാനായപ്പോൾ ഈ 99 വിട്ടുകൊണ്ട് പോയോന്നായിരുന്നു. എന്നാൽ അങ്ങനെയല്ല. ഈ 99 ആടിനെയും ഒരു നല്ല സേഫ് പ്ലേസിലാക്കിയിട്ട് അവർക്ക് വേണ്ടുന്ന കരുതലുകൾ കൊടുത്ത് അവരെ അവരുടെ ഫെലോഷിപ്പിൻ്റെ ബലത്തിൽ അവരെ ആക്കി വെച്ചിട്ടാണ് ഈ ഒരു ആടിനെ തേടാൻ പോയത്. ഇനി ഈ ഒരു ആടിനെ തേടാൻ പോയിട്ടോ, ഞാൻ അവിടെ ശ്രദ്ധിച്ചു, അവിടെ നോക്കുമ്പോൾ ഈ ആടിൻ്റെ ഒരു കുറവും അവിടെ പറഞ്ഞിട്ടില്ല. ഈ ആട് ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഈ ആട് പണ്ടേ അവൻ വന്നപ്പോഴേ എൻ്റെ കൂട്ടത്തിൽ ചേർന്നപ്പോൾ തന്നെ അവൻ്റെ കുഴപ്പമാ, അല്ലെങ്കിൽ ഇതൊന്നും ഈ ആടിനെ കുറിച്ച് അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അത് അവൻ്റെ വിഷയമേ അല്ല. പക്ഷെ പിന്നീട് അവസാനം പറഞ്ഞു അതൊരു പാപിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കണെന്ന്. അപ്പം നോക്കിക്കേ, അപ്പം നല്ലൊരാളെ കാണാതായി പോയതല്ല, പാപി. അപ്പോൾ ആ ആടിൻ്റെ വലിയ ഒരു സ്വഭാവം തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണല്ലോ അവിടെ 6ാമത്തെ വാക്യത്തിലാണെന്ന് തോന്നുന്നു, അല്ലേ? അല്ല, 7ാമത്തെ വാക്യം. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാളും മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷം ഉണ്ടാകും. ഇതാണ് പ്രിൻസിപ്പിൾ. എന്ത് പ്രിൻസിപ്പിൾ? നിങ്ങൾ ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ നിങ്ങൾ മേയ്ക്കുന്നുണ്ടെങ്കിൽ, കരുതുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കീഴ് തന്നിരിക്കുന്ന 100നെയും ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ കരുതണം. അതിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ സാരമില്ല എന്ന് തോന്നുന്ന ഒന്നാണ് തെറ്റിപ്പോയിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ഒന്നിനെ നിങ്ങൾ ഏറ്റവും അധികം കരുതണം. ആ ഒന്നിനെ ഏറ്റവും അധികം കരുതണം. കാരണം എന്താണ്? അതിനെ കരുതി കിട്ടിയപ്പോൾ പോയ നീ എന്നെ വന്ന് കുറേ വഴക്കും പറഞ്ഞ് അവനെ ഒരു ശരിയാക്കി വിടാനല്ല. അവൻ വന്നപ്പോൾ ചുറ്റുമുള്ള അയൽക്കാരെ വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യണം. ദാറ്റ് മച്ച് ഹി ഹാപ്പി. അതാണ് ഒരു ഇടയൻ്റെ ഹൃദയം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ വേണം ലീഡേഴ്സ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ആ ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ ശ്രദ്ധിക്കാനായിട്ട്. നമുക്ക് തന്ന നമ്മുടെ ജോലിയൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ നമ്മൾ മേയ്ക്കുമ്പോൾ അതിനുള്ള ഒരു സ്റ്റാൻഡേർഡ് വേണം. ഞാൻ ഈ സഭയെക്കുറിച്ച് പറയുകയാണ്, ചർച്ചിനെ കുറിച്ച്. ദൈവമക്കളെ, നിങ്ങളെവിടെ ആക്കിയിരിക്കുന്നത്, യു ആർ ഇൻ ദ പെർഫെക്റ്റ് പ്ലേസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒന്നും നഷ്ടപ്പെടാതെ 100നെയും ഒരുപോലെ ഹല്ലേലൂയ ബഹുമാനിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് ഇവിടുത്തെ ഹല്ലേലൂയ ടേക്ക് കെയർ ചെയ്യുന്നവരുടെ ഹല്ലേലൂയ അത് നിർബന്ധമാണ്. അവർ അതിനു വേണ്ടിയാണ് ഇവിടെ ആയിരിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ അങ്ങനെയാണ്. ആമേൻ. അതുകൊണ്ട് യു ഷുഡ് ബി പ്രൗഡ് ദാറ്റ് യു ആർ ഹിയർ. 100% ആടുകളെയും നിങ്ങളുടെ കുറവോ നിങ്ങളുടെ ബലഹീനതയോ ഒന്നും ഒരു വിഷയമേ അല്ല. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അപ്രകാരം നിങ്ങളെ ശ്രദ്ധിക്കുന്ന, അപ്രകാരം നിങ്ങളെ കരുതണമെന്ന് വിചാരിച്ച് മനസ്സിലാക്കി ബോധ്യത്തോടെ എടുത്തിരിക്കുന്ന റെസ്പോൺസിബിലിറ്റിക്കായിട്ട് ദൈവത്തോട് നന്ദി പറയുന്നു. ഇനി ആ റെസ്പോൺസിബിലിറ്റി എങ്ങനെ എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? വായിച്ചാട്ടെ, എങ്ങനെയാ? ഹല്ലേലൂയ. അതായത് നിങ്ങൾ നമ്മൾ വായിച്ച വാക്യം, നിങ്ങളുടെ വിചാരണയുള്ള ആട്ടിൻകൂട്ടത്തെ 5:2 നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ, നിർബന്ധത്താലല്ല. നിർബന്ധത്താലല്ല. ആമേൻ. 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാം വണ്ണം മനഃപൂർവമായും. മനഃപൂർവ്വം എന്ന് വെച്ചാൽ വോളണ്ടിയർലി, ഞാൻ സ്വന്തമായി ചെയ്യാൻ. അപ്പം നമ്മൾ ഇന്ന് ആരെങ്കിലും റെസ്പോൺസിബിലിറ്റി ഒക്കെ എടുത്തത് കൊണ്ട്, ഇന്നയാൾ പറഞ്ഞതുകൊണ്ട്, ഇന്നയാൾ നിർബന്ധിച്ചുകൊണ്ട് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് ഒന്നുകൂടെ ചിന്തിച്ച്, എനിക്കതിൽ താല്പര്യമുണ്ടോ?
ഇവിടെ പറയുന്നിരിക്കുന്നത് നമ്മൾ ചെയ്യുന്നത്, കാരണം ദൈവവചനമായതുകൊണ്ട് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, നിർബന്ധത്താലല്ല, മറിച്ചോ ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായും, അതായത് വോളണ്ടിയർലി ഞാൻ തയ്യാറാണ്. ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ ശ്രദ്ധിക്കണമെങ്കിൽ നമ്മൾക്കുണ്ടായിരിക്കേണ്ട ക്വാളിറ്റിയാണ് പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ ഇപ്പോൾ ഈ സെമി കണ്ടക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്, IT വർക്ക്, അവിടുത്തെ റിക്വയർമെൻ്റ് ഒക്കെ വേറെയാണ്. അപ്പോൾ ഇവിടുത്തെ റിക്വയർമെൻ്റ് ഇതാ, എങ്ങനെ വേണമെന്ന്, വോളണ്ടിയർലി, നിർബന്ധത്താൽ ആകരുത്. അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? ദുരാഗ്രഹത്തോടെയല്ല. ദുരാഗ്രഹത്തോടെ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഗോഡ്സ് വിൽ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം, അല്ലേ? അവിടെ പറഞ്ഞിരിക്കുന്നു ദൈവത്തിന് ഹിതമാവണ്ണം. ദൈവത്തിൻ്റെ, നമ്മൾ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ ആയിരിക്കണം നമ്മൾ ചെയ്യാനായിട്ട്. അല്ലാതെ ഞാൻ എൻ്റെ വോളണ്ടിയർലി ഞാൻ വന്നിട്ട് എൻ്റെ ഇഷ്ടം പോലെ ചെയ്യുന്നവരെ അല്ല ആടുകളെ നോക്കാൻ വേണ്ടിയത്. മറിച്ച് എങ്ങനെ വേണം? ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം. ഞാൻ വോളണ്ടിയർലി അവൈലബിൾ ആണ്, പക്ഷേ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം നടക്കാനല്ല, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഈ ജനത്തെ മേയ്ക്കാനായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. അടുത്തതാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? ദുരാഗ്രഹത്തോടെയല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും കിട്ടും, ഇവിടെയൊക്കെ അങ്ങനെയൊക്കെയാണ്, എന്തെങ്കിലും കിട്ടും എന്നുള്ള ചിന്ത. നമ്മുടെ ഇവിടെ തന്നെ ഒന്നും കിട്ടത്തുമില്ല. അപ്പോൾ പിന്നെ തോന്നി പിന്നെ വേണ്ടെന്ന് വെച്ച് ഒരു സാരമില്ല, എനിക്കൊന്നൊരാളാകാം, അല്ലേ? വേറെ ഒന്നും കിട്ടാനില്ലല്ലോ, എന്നാൽ പിന്നെ ഞാൻ വലിയ ആളാകാം. അപ്പം അങ്ങനെ പല ഉദ്ദേശത്തോടു കൂടെയാണോ നമ്മൾ എടുത്തിരിക്കുന്നത് എങ്കിൽ അതിനൊന്നും അഴിച്ചു മാറ്റേണ്ടത് ആവശ്യമാണ്. അങ്ങനെയുള്ള ആദായങ്ങളൊന്നും നമുക്ക് ഇവിടെ ഇല്ല. സ്തോത്രം. ആടുകളെ മേയ്ക്കാനായിട്ട് നമുക്ക് വേണ്ടുന്ന ക്വാളിറ്റികളാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന നല്ലതല്ലാത്ത ഒരു ചിന്തയും അവിടെ ഇതെടുത്ത റെസ്പോൺസിബിലിറ്റിയിൽ ഇല്ല. കാരണം ഇതിൻ്റെ ഫൈനൽ എന്താണ്? ദൈവത്തിൻ്റെ രക്തം കൊടുത്ത് സമ്പാദിച്ച വില അവൻ കൊടുത്തിട്ടുള്ളതാണ് മുഴുവൻ. നമുക്കതിലൊരു പാർട്ടും ഇല്ല. മുഴുവൻ വിലയും കൊടുത്തത് അവനാ. ആ ആടിനെ സൂക്ഷിക്കാനാ പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും വില കുറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ കൂടെ കൂട്ടാൻ നമുക്കുണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് അതിന് ദുരാദായമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ അല്ലെങ്കിൽ സെൽഫ് മോട്ടിവേഷനോ ഇതൊന്നും കൊണ്ടുമായിരിക്കരുത് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ശുശ്രൂഷ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ലീഡർഷിപ്പ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ സെറ്റപ്പ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ അങ്ങനെ ചെയ്യണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. സ്തോത്രം. ഇനി എന്തായിരിക്കണം? ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നും കൊണ്ടും. അവരെ എൻഫോഴ്സ് ചെയ്തിട്ട്, അല്ലെ, നമുക്ക് കുറച്ച് കഴിവുണ്ട്, എന്നാൽ പിന്നെ ഇതൊന്നും അവരോട് നിർബന്ധത്താലല്ല, അങ്ങനെയല്ല, എൻഫോഴ്സ്മെന്റിനാലല്ല, മറിച്ച് എങ്ങനെയാണ്? ഒരു മോഡലായിട്ട്, ഒരു എക്സാമ്പിളായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ആയിരിക്കണം നാളെ അവൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവനും ചെയ്യേണ്ടത് എന്നുള്ള ഞാനൊരു മോഡലായിട്ട് വേണം ഈ കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യുവാനായിട്ട്. അപ്പോസ്തലനായിരുന്ന പത്രോസ് ലീഡർഷിപ്പിലൊക്കെ നിൽക്കുന്നവരോട് പറയുന്നതാണ്, നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം. സ്തോത്രം. എന്ത് ചെയ്യുന്നത്? ഈ ആട്ടിൻകൂട്ടത്തെ നിങ്ങൾ ശ്രദ്ധിക്കുവാനായിട്ട്. സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, ഈ ചീഫ് ഷെപ്പേർഡ്, ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്ന ചീഫ് ഷെപ്പേർഡ് വരുമ്പോൾ, അടുത്ത വാക്യം, എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ആമേൻ. ആരാണ് ഈ ഇടയശ്രേഷ്ഠൻ? നമ്മുടെ കർത്താവ്. ഞാൻ ഈ ടെസ്റ്റിമണി വന്നപ്പോൾ ഞാൻ ഒരു ഇടയൻ എന്നുള്ള സ്ഥാനം ഞാനങ്ങ് ഏറ്റെടുക്കുവാണ് കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ഞാൻ ചിന്തിച്ചു, അങ്ങനെ ആയിരുന്നു. അതാണ് എന്നെ ഈ വിഷയം ചിന്തിക്കുവാനായിട്ട് ഇപ്പോഴല്ല, 3-4 ആഴ്ചയായി നമ്മളെ പ്രിയപ്പെട്ടവർ പലരും ഹോസ്പിറ്റലിലേക്ക് ആയിരുന്ന സമയത്ത് അന്നാണ് ഇത്. കാരണം അന്ന് ഞാൻ വളരെയധികം സന്തോഷിച്ച ഒരു ദിവസമാണ്. നിങ്ങൾക്ക് രോഗം വന്നുകൊണ്ടല്ല കേട്ടോ, എൻ്റെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചതുകൊണ്ട്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ദൈവത്തെ കൂടുതലൊന്ന് അടുത്തറിഞ്ഞത് കൊണ്ടുള്ള സന്തോഷമാണ് ഞാൻ പറഞ്ഞത്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ അവിടെ അവിടെ കണ്ടിരിക്കുന്നത് നമ്മെ നന്നായിട്ട് അറിയുന്ന, അപ്പം എൻ്റെ ചിന്തയിൽ ഷെപ്പേർഡ്, ഇടയന്മാരെ നടത്തുന്ന ഒരു ഇടയനുണ്ട്. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്തു എവിടെയെങ്കിലും ഷെപ്പേർഡ് ഓഫ്, ഞാൻ കിങ് ഓഫ് കിങ്സ്, ലോർഡ് ഓഫ് ലോർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ ഷെപ്പേർഡ് ഓഫ് ഷെപ്പേർഡ്സ് എന്ന് കാണുമോ എന്ന് കരുതി ഞാൻ സെർച്ച് ചെയ്തതാണ്. പക്ഷെ കണ്ടില്ല. കണ്ടത് ചീഫ് ഷെപ്പേർഡ് എന്നാണ്. അപ്പോൾ ആ ഷെപ്പേർഡിൻ്റെ കാര്യമെന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. എന്താണ്? ഹി ഈസ് ദ സുപ്രീം പവർ. ചീഫ് ഷെപ്പേർഡ് എന്ന് പറഞ്ഞാൽ ഹി ഹാസ് ദ സുപ്രീം പവർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ റിലൈ ഓൺ ഹിം. നമുക്ക് അവനിൽ ഡിപ്പെൻഡ് ചെയ്യാം. നിങ്ങളുടെ സകല ദുഃഖവും എൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്ന് പറയുന്ന ഒരു സുപ്രീം
ഷെപ്പേർഡ് നമുക്കുണ്ട്, എ സുപ്രീം പവർ നമുക്കുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് അവൻ നമുക്കുണ്ട്. അവനാണല്ലോ നമ്മെ നടത്തുന്നത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും അവൻ്റെ മേൽ ഇടാം. സ്തോത്രം. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ഈസ് എ മോഡൽ, ഈസ് എ മോഡൽ ഷെപ്പേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഇവനെ കോപ്പി ചെയ്താൽ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കും. നമ്മുടെ യേശുവിനെ മാത്രമേ നമുക്ക് അങ്ങനെ ഫോളോ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. വി വിൽ ബിക്കം പെർഫെക്റ്റ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഹി ഈസ് ഈ സുപ്രീം അല്ലെങ്കിൽ ചീഫ് ഷെപ്പേർഡ് എന്ന് പറഞ്ഞാൽ ഹി ഈസ് ഷെപ്പേർഡ് ഓഫ് ഷെപ്പേർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയന്മാരെ കരുതുന്ന, ഷെപ്പേർഡ് ചെയ്യുന്ന ഷെപ്പേർഡ്. അതാണ് ഈ ചീഫ് ഷെപ്പേർഡ്. ആ ഒരു അർത്ഥവും അതിന് ഉണ്ട്. അപ്പം ഞാൻ സെർച്ച് ചെയ്തത് എനിക്ക് കിട്ടി. ചീഫ് ഷെപ്പേർഡ്, അവൻ ഇടയന്മാരെ കരുതുന്ന ഒരു ഇടയനായിട്ട് നമുക്ക് കാണാം. നമുക്ക് അതുകൊണ്ട് അവനെ ഫോളോ ചെയ്യാം. നമുക്ക് അവനിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കാം. അവനെ നമുക്ക് പൂർണ്ണമായിട്ടും അവൻ നമ്മെ കരുതുന്നവനാണ് നമുക്ക് വിശ്വസിക്കാം. ആമേൻ. നമ്മുടെ കർത്താവ് എത്രയോ നല്ലവൻ. ഇതവൻ പറയുമ്പോൾ, അപ്പോസ്തലനായ പത്രോസിലൂടെ ഇത് പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ സ്വഭാവം അത് വളരെ ശക്തമായിട്ട്, ആടുകളുടെ വില, നമ്മുടെ ആ സെർവ് ചെയ്യുന്നവരുടെ മെൻറ്റാലിറ്റി, നമ്മുടെ ആ വരുന്ന സാഹചര്യം, ഇതൊക്കെ നമ്മൾ എത്ര ഭംഗിയായിട്ടാണ് അവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ആ കൂട്ടത്തിൽ 1-2 കാര്യങ്ങളിലൂടെ പത്രോസ് അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 5 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാട്ടെ. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. ചില അതർ റെസ്പോൺസിബിലിറ്റി, പാരലലി വി നീഡ് ടു ഹാവ് സം റെസ്പോൺസിബിലിറ്റി, സം ക്യാരക്ടർ. എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പിൻ. അവൻ നിങ്ങൾക്കായി കരുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ഈ വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചപ്പോഴും ബലപ്പെടാറുള്ളതാണ്. പക്ഷേ ഇവിടെ വാസ്തവത്തിൽ അതിൻ്റെ ഒറിജിനൽ സ്ക്രിപ്റ്റ് കൊടുത്തിരിക്കുന്ന ആർക്കാണ്? റെസ്പോൺസിബിലിറ്റി എടുത്തിരിക്കുന്നവർക്കാണ്. നിങ്ങളുടെ സകല ചിന്തയും, അല്ലേ, എന്താ പറയുക, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന് മേൽ ഇട്ടുകൊള്ളുവിൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഷെപ്പേഴ്സിനൊക്കെ കുറേ ചിന്താകുലങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത്. ഹല്ലേലൂയ. സ്തോത്രം. അതെല്ലാം അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ, അവൻ അത് നിങ്ങൾക്ക് വേണ്ടി നന്നായിട്ട് ചെയ്യും. പിന്നെ അവിടെ 1-2-3 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഹ്യൂമിലിറ്റി അത്യാവശ്യമാണ്. നമ്മൾ ഹമ്പിളായിരിക്കണം. നമ്മിലുണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസാണ് കേട്ടോ ഹ്യൂമിലിറ്റി. പിന്നെയോ അടുത്ത് പറഞ്ഞിരിക്കുന്നു നമ്മൾ കാസ്റ്റിംഗ് കെയർ ഓൺ ഹിം, ഫുൾ ഡിപ്പെൻഡൻസി ഓൺ ഹിം. കാസ്റ്റിംഗ് കെയർ ഓൺ ഹിം. നമ്മൾക്ക് പ്രശ്നങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, കെയർസ് വരും. ഹല്ലേലൂയ. എന്നാൽ അത് മുഴുവനും അവൻ്റെ കയ്യിൽ കൊടുത്തുകൊള്ളുവിൻ. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തുവാണ് പത്രോസ്. എന്താണത്? ബി അവെയർ ഓഫ് ദ ഓപ്പോണൻറ്റ്. ശത്രുവിനെയും കൂടെ നിങ്ങൾ എന്തു ചെയ്യണം? നല്ലപോലെ ഓർക്കണം. എപ്പോൾ വേണമെങ്കിലും അവനും ഇടം കൊടുക്കാതെ നമ്മൾ സൂക്ഷിക്കേണ്ടതും ആവശ്യമാണ്. ഇത് ഇടയന്മാരോട് അല്ലെങ്കിൽ ലീഡേഴ്സിനോട് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നവരോട് പറയുകയാണ്. സ്തോത്രം. അപ്പോൾ നമ്മെ ഇതുപോലെ കരുതുന്ന ഒരു ദൈവമുണ്ട്, ഒരു ഇടയനുണ്ട്, ഒരു മോഡലായിട്ട് നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ഉണ്ട്. കഴിഞ്ഞ 11 വർഷങ്ങൾ നമ്മൾ ഈ ചർച്ച ആരംഭിച്ചിട്ടായിരുന്നു. ഒരുപാട് വിഷയങ്ങളിലൂടെയും നമ്മളെല്ലാം കടന്നുപോയി. എന്നാൽ നമുക്കറിയാം, മൊത്തത്തിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും ദൈവം അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ തന്നു, ഇതുപോലുള്ളൊരു കൂട്ടായ്മ നമുക്ക് വേണം എന്നൊക്കെ നമുക്ക് പറഞ്ഞു. ചിലർ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് വളരെ സ്നേഹത്തോടെ നമുക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനുണ്ട് എന്ന് എന്നെ ബോധിപ്പിച്ചു. ഞാൻ അവർക്കായിട്ട് ദൈവത്തോട് നന്ദി പറയുന്നു. നമുക്കത് നന്നായി കറക്റ്റ് ചെയ്യണം. അതാണ് ചർച്ച. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഈ നമ്മെ കരുതുന്ന ഒരു ദൈവം ഉണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്തകളും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്? അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. സ്തോത്രം. അങ്ങനെയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം ആ സ്നേഹം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് കാണിച്ചു തന്ന ഒരു ദിവസമായിരുന്നു അന്ന് നമ്മളൊരു വലിയ ക്രൈസിസിലൂടെ കടന്നു പോയത്. അന്ന് നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ക്രൈസിസ് ആയിരുന്നു. എന്നാണ്
നമ്മുടെ ചർച്ചിൽ അറ്റ്ലീസ്റ്റ് 5 പേര് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ആകെ എത്ര പോകുന്ന കൂട്ടമാണ്, അതിൽ 5 പേര് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അന്ന് ഞാൻ ആ ദൈവത്തിൻ്റെ ആ സ്നേഹവും കരുതലും ഞാൻ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ അതേക്കുറിച്ച് പറയാം. 3 പോയിന്റുകൾ പ്രത്യേകമായിട്ട് അതേക്കുറിച്ച് പറയുവാൻ താല്പര്യപ്പെടുകയാണ്. ഒന്ന്, ഞാൻ അതിൻ്റെ മധ്യത്തിൽ ഞാൻ കണ്ടു, ഞാൻ എന്നെ സാറ്റിസ്ഫൈ ചെയ്ത, അല്ലേ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ദൈവം നമ്മെ നടത്തി, എല്ലാം വളരെ അനുഗ്രഹമാണ് കേട്ടോ. ഞാൻ അതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ ഞാൻ പറയുന്നൊരു കാര്യം ഇതാണ്, എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ഒരു ശ്രേഷ്ഠ ഇടയൻ നമുക്കുണ്ട്. നമ്മുടെ ചർച്ചിനെ കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ട ഒരു ദിവസമായിരുന്നു ആ ദിവസം. എന്നോട് ജക്ഷൻ ബ്രദർ അത് കഴിഞ്ഞിട്ട് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, അടുത്ത ദിവസം പറഞ്ഞു, പ്രയാസമായി കാണുമോ അല്ലേ എന്ന് എന്നോട് ചോദിച്ചു. എനിക്കത് കേട്ടപ്പോഴാണ് അധികം പ്രയാസമായത്. സോറി, അത് പ്രയാസമായെന്ന് അങ്ങനെയല്ല. കാരണം ഞാൻ ഐ വാസ് ലീപ്പിംഗ് വിത്ത് ജോയ്. എൻ്റെ ദൈവം എത്ര നല്ലവനെന്ന് സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ചോദിക്കുക, പ്രയാസമായല്ലേ എന്ന്. അപ്പോഴെനിക്ക് പറയുമോ, യു നോ, ഞാൻ പറഞ്ഞു അങ്ങനെ പറയല്ലേ. ഹല്ലേലൂയ, ഐ വാസ് സോ ഹാപ്പി. കാരണം എൻ്റെ ദൈവം പ്രൂവ് ചെയ്ത ദിവസമാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ ദൈവം ആരാണെന്ന് നല്ലപോലെ ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഇനി ഹല്ലേലൂയ നമുക്ക് ആ ദൈവത്തെ അതുപോലെ വേണം പിൻപറ്റുവാനായിട്ട്. ഞാൻ ഈ മെസ്സേജ് ഇപ്പോൾ ഉണ്ടാക്കിയ മെസ്സേജ് അല്ല, ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞതാ. ഹല്ലേലൂയ, ഞാൻ സാക്ഷ്യത്തോടു കൂടെ ഈ മെസ്സേജ് ഞാൻ പറയാം. കാരണം 3-4 ആഴ്ചകൾക്ക് മുന്നമേ ദൈവം എനിക്ക് തന്നതാണ്. സ്തോത്രം. ആദ്യമായിട്ട് 3 കാര്യങ്ങൾ. ഒന്ന്, ഇടയനെ അല്ലെങ്കിൽ ലീഡർഷിപ്പിനെ അക്നോളജ് ചെയ്യുന്ന ഒരു കൂട്ടം ആടുകളെ ദൈവം തന്നിട്ടുണ്ട്. ഞാൻ അന്ന് കണ്ട 3 കാര്യങ്ങളിൽ ഒന്നതാണ്. ഇടയനെ അല്ലെങ്കിൽ ലീഡേഴ്സിനെ അക്നോളജ് ചെയ്യുന്ന ഒരു ആട്ടിൻകൂട്ടത്തെ ദൈവം തന്നിട്ടുണ്ട്. ആമേൻ. ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. ആദ്യമായി അന്ന് നമുക്കറിയാം, 2 ചെറിയ മക്കൾ ഹോസ്പിറ്റലിലാണ്. ലേവീസ് ആൻഡ് ഡേവിയൽ ഹോസ്പിറ്റലിലാണ്. വളരെ പ്രയാസത്തോടെ തലേ ദിവസം രാത്രിയിൽ ആയിരിക്കുന്നു. എന്നാൽ ആ വിവരങ്ങൾ പറയുകയും അറിയിക്കുകയും 2 പേരും വിളിച്ചു പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്. അങ്ങനെ വളരെ പ്രയാസത്തോടെ ആയിരുന്നെങ്കിൽ തന്നെയും പിറ്റത്തെ ദിവസം ഞങ്ങൾക്ക് പോയിട്ട് അവിടെ 2 പേരെയും കണ്ടു. 2 പേരെയും കണ്ടപ്പോൾ 2 പേരെയും ദൈവം വിടുവിക്കുന്ന വിധങ്ങളെ കണ്ട്, അതുപോലെ തന്നെ അവരുടെ പേരൻസിനോടുകൂടെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ ചെയ്തു. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ, ആരും പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഞാനതങ്ങ് ഏറ്റെടുക്കുകയാണ്. ഞാനൊരു ഇടയനാണ്, ഞാൻ നിങ്ങളെയൊക്കെ നോക്കുന്ന ആളാണെന്ന് പറഞ്ഞ് ഞാനങ്ങ് പൊങ്ങുക. സ്തോത്രം. അപ്പോൾ അങ്ങനെ പക്ഷെ ഞാനത് എൻജോയ് ചെയ്യുന്നു. ഹല്ലേലൂയ, എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി നിങ്ങളെ കാണാൻ വന്ന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. അതിനുള്ള അവസരങ്ങൾ ദൈവം തന്നു. എന്നാൽ അന്ന് മറ്റൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അന്ന് ഒരു ലേഡീസ് മീറ്റിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ലേഡീസ് മീറ്റിംഗ്. അപ്പോൾ അന്ന് ലേഡീസ് മീറ്റിംഗ് വേണമോ? കാരണം പലരും ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ലേഡീസ് മീറ്റിംഗ് വേണമോ എന്നായി. അപ്പോൾ ചോദ്യം വന്നപ്പോൾ പറഞ്ഞു, ഇല്ല, നമുക്ക് ഇപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്. കാരണം 2 മക്കൾ ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴാണ് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടത്, നമുക്ക് വേണം. അപ്പോൾ ഉടനെ തന്നെ തയ്യാറാണ്. യെസ്, വി ക്യാൻ ഹാവ്. ഞാൻ പറഞ്ഞ കേട്ടോ, ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഇടയനെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ ദൈവം എൻകറേജ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ, ആ ആടുകൾ ഒപ്പം നിൽക്കുന്നത് കാണുമ്പോഴാണ്. എന്നിട്ട് അപ്പോൾ പറഞ്ഞു, അയ്യോ, മിലൻ സിസ്റ്റർ ഷെയർ ചെയ്യേണ്ടത്. മിലൻ സിസ്റ്റർ അവിടെ പോയി, അവിടെ ഉണ്ട്. മിലൻ സിസ്റ്റർ ഷെയർ ചെയ്യേണ്ടത്. അപ്പോഴേക്കും കണ്ടു, ഇതാ പറയുന്നു ലിദിയ. നോ ലിദിയ, ഐ വിൽ ടേക്ക് അപ്പ് ദ റോൾ. ഐ മീൻ, നോക്കണേ. ഹല്ലേലൂയ, ഇങ്ങനത്തെ ഒരു ചർച്ച വേണം നമുക്ക്. സ്തോത്രം. ഹല്ലേലൂയ. സോ നോ ഇഷ്യൂ. ഹല്ലേലൂയ. അങ്ങനെ അന്ന് ഞങ്ങളുടെ കൂടെ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. ലിദിയ, ടെസ്ലി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ടെസ്ലിയും എന്ത് ചെയ്തു? ജിജിയെയും ലിദിയെയും അവിടെ വിട്ട് ഞങ്ങൾ കുട്ടികളെ കാണാൻ പോയി. അവരെ കണ്ടു, സന്തോഷമായി. തിരിച്ചു വന്ന് ഇവരെയും കൂടി തിരിച്ചു വന്ന് അവിടെ ചെന്നപ്പോൾ അനീഷ് ബ്രദർ പുറത്ത് പോയിക്കോ, ഞാൻ വരുന്ന അറിയുന്നു വിചാരിച്ചിട്ടായിരുന്നു, എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ ഉണ്ട്. ഹല്ലേലൂയ. ഹിമ സിസ്റ്റർ ഈ ലേഡീസ് മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ വെച്ച്, ആകെ 2-3 പേരേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഒരു 20 പേരെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഹിമ സിസ്റ്റർ അവിടെ പോയി ഒളിച്ചിരിക്കുകയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഒരു 10-20 പേര് ഞാൻ തിരിച്ചു വരുമ്പോഴാണ് അറിയുന്നത്. അത്രയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നമുക്ക് കുറച്ച് കെട്ടിങ് കൊണ്ടുവരായിരുന്നല്ലോ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറയാം, അത്രയും ഒരുക്കത്തോടെയും ഒക്കെ ആയിരുന്നു. ഞാൻ പറയുകയാണ്, ഞങ്ങൾക്ക് നല്ലൊരു ട്രീറ്റും തന്നു. ഞാനും ടെസ്ലിയും കൂടെ പോയത്. നല്ലൊരു ട്രീറ്റും തന്നു. ഇറ്റ് വാസ് സോ ഹാപ്പി. ഞാൻ പറഞ്ഞാൽ നമ്മുടെ ചർച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്കൊന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ, നമ്മുടെ പ്രിയപ്പെട്ടവരെ.
നിങ്ങൾ യു വിൽ ബി വണ്ടേർഡ്, യു വിൽ ബി അമേസ്ഡ് ഹല്ലേലൂയ വാട്ട് ദേ വിൽ ഡു ഫോർ യു. അങ്ങനെ നല്ലൊരു സമയം തന്നു. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് എൻ്റെ ഹൃദയം വീണ്ടും സന്തോഷിക്കുകയാണ്. സ്തോത്രം. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, അവിടെ അതാ വിൻസിസ്റ്റർ നിൽക്കുന്നു. അപ്പോൾ തലേ ദിവസം നമ്മുടെ പ്രത്യേക പ്രാർത്ഥനയായിരുന്നു ആരന് വേണ്ടിയിട്ട്. തീരെ സുഖമില്ലാതിരിക്കുകയായിരുന്നു. അപ്പോൾ ആ വിഷയം ഈ മക്കളുടെ കൂടെ തന്നെ അവരെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയങ്ങളിലാണ് അവിടെ വിൻ സിസ്റ്റർ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്ന് അവിടെ വന്നു. എനിക്ക് കണ്ടു, എൻ്റെ ദൈവമേ ഹല്ലേലൂയ, അതിനെ കരുതുന്ന ഏടനുണ്ട് കൂടെ. അപ്പം ഞാൻ വിചാരിക്കുകയായിരുന്നു, എൻ്റെ ദൈവമേ എന്തൊരു പ്രാർത്ഥിക്കുവാനായിട്ട് അല്ലേ കൂടി വരുന്ന ജനം. എന്നെ സന്തോഷിപ്പിച്ചതുകൊണ്ട് ഞാൻ പറയുക, ഇങ്ങനെ ആയിരിക്കണം. സഭ ഒപ്പമുണ്ട്, കൂടെയുണ്ട്. അങ്ങനെ ലേഡീസ് മീറ്റിംഗ് ഏറ്റവും ഭംഗിയായിട്ട് ഹല്ലേലൂയ കൂടെ നിന്ന് എനിക്കും പോകാനായിട്ട് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ലിതിയ ഉണ്ടായിരുന്നു, ടെസ്ലി ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞ് സ്തോത്രം വൈകുന്നേരം ആയപ്പോഴാണ് മിലൻ സിസ്റ്റർ കോൾ ചെയ്യുന്നത്. ആമേൻ. അത് നിങ്ങളെല്ലാം ഒരുമിച്ചുണ്ട് കേട്ടോ, ഞങ്ങൾ ഫാമിലിയായിട്ട് ഒരുമിച്ചുണ്ട്. ആ സമയത്താണ് പെട്ടെന്നൊരു കോള്. അപ്പം ഞാൻ പെട്ടെന്ന് കോള് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ആകെ ഒന്ന് പാനിക്കായി. എനിക്ക് എന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാം. ഇപ്പോൾ സിസ്റ്റർ അത്രയും ഒരു പ്രയാസത്തിലാണ് വിളിക്കുന്നത്, ഒരു എമർജൻസി, ഒരു ആംബുലൻസ് വേണം. പെട്ടെന്ന് എനിക്കൊന്നും അറിയത്തില്ല. എന്നാൽ ഞാൻ പറയുന്നത്, നമ്മുടെ ദൈവം എത്ര നല്ലവനാണ്. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്കൊന്നും അറിയത്തില്ല. അന്നേരം വെപ്രാളമാണ്, ഈ എന്താ ചെയ്യേണ്ടത്, ആരെ വിളിക്കുന്ന നമ്പർ. എന്നാൽ എൻ്റെ കൂടെ ജിജിയും 4 മക്കളും കൂടെ ഉണ്ട്. ഇമ്മീഡിയറ്റ്ലി ഒരാൾ ആംബുലൻസ് വിളിക്കുന്നു, ഒരാൾ വീടിൻ്റെ നമ്പർ ഇത് നോക്കുന്നു. പ്ലാനിങ്. ഇറ്റ് വാസ് സോ ഗുഡ്. ഒരു വിതിൻ മേ ബി ഫ്യൂ മിനിറ്റ്സ് ആ കാര്യം അവിടെ എത്താനായിട്ട് പറ്റി. എനിക്ക് ആ സിസ്റ്ററുടെ ആ വേദന, എൻ്റെ വേദന അത് കണ്ട് എനിക്ക് എങ്ങനെ ഹൗ ക്യാൻ ഐ ഹെൽപ്പ്. ആ സമയത്ത് നമ്മൾ പാനിക് ആവുകയാണ്. അല്ലാണ്ട് പെട്ടെന്ന് ഇതിപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞൊരു കോൺഫിഡൻസ് കിട്ടിയില്ല. ഇതൊക്കെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇപ്പൊക്കെ കുറച്ചും കൂടെയൊക്കെ ധൈര്യം വന്നു കേട്ടോ സിസ്റ്ററെ. അപ്പോൾ അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. അന്നേരം തന്നെ ദൈവം കൃത്യമായിട്ട് ആളുകളെ ഒരുക്കുകയാണ്. അങ്ങനെ അവർ പോയി. അപ്പോഴേക്കും ഞങ്ങൾ പ്ലാൻ ചെയ്തു. കാരണം ഇനി അപ്ഡേറ്റ് ചെയ്യും, ആംബുലൻസ് എത്തിയിട്ടുണ്ട്, ഇനി അപ്ഡേറ്റ് ചെയ്യും. നമ്മൾ അതിനനുസരിച്ച് നമുക്ക് വേണം. അവർ രണ്ടാവില്ല. കാരണം എന്താ അറിയാമോ, ജഡ്സൺ ബ്രദർ ലേവിസിനെയും കൊണ്ട് ഹോസ്പിറ്റലിലാണ് ഞാൻ കണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അവിടെ ആണുള്ളത്. മിലൻ വരും ചിലപ്പോൾ, കാരണം വയ്യ എങ്കിലും വരാൻ ശ്രമിക്കുമെന്നൊക്കെ പറഞ്ഞു. ആ മിലനും ഇപ്പം മമ്മീനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. അപ്പം അങ്ങനെയാണ് ആംബുലൻസ് വിളിക്കുന്നത്. അങ്ങനെ ആംബുലൻസിന് അറേഞ്ച് ചെയ്തു. ഞങ്ങളുടെ പ്ലാനുകളൊക്കെ അല്പം ഒന്ന് മാറ്റി, കാരണം എപ്പോൾ വേണമെങ്കിലും പോവാം എന്ന് കരുതിയിട്ട്. അപ്പം ഞാനും ജിജിയും പോകാനായിട്ട് റെഡി ചെയ്തു. കാരണം മിലൻ വിളിക്കും, അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് വേണം, അവിടുത്തെ കാര്യങ്ങളനുസരിച്ച് വേണം നമുക്ക് പോകാൻ എന്ന് കരുതി ഞങ്ങൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത്, ആ സിസ്റ്റർക്ക് അത് എങ്ങനെ നമ്മളെ വിളിച്ച് പറഞ്ഞാൽ ഇത് കാര്യങ്ങൾ നടക്കും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് തോന്നിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതാണ് ചെയ്യേണ്ടതെന്നൊക്കെ തോന്നിച്ചുകൊണ്ടല്ലേ അങ്ങനെ വിളിക്കുന്നത്. ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. അത് വിളിക്കുമ്പം ഇങ്ങനെ പാനിക്കാവുന്ന ഒരു മനുഷ്യന് അവന് കൂടെ ആളുകളെ നിർത്തിയത് കൊണ്ടല്ലേ അവനിതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഞാനിതിലെല്ലാം ദൈവത്തിൻ്റെ സ്നേഹവും കരങ്ങളും കാണുന്നു കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉണ്ട്. വിവിധ തരത്തിലാണ്, നമുക്കൊന്നും അറിയത്തില്ല എങ്ങനെയാണെന്ന്, പക്ഷേ കാര്യങ്ങൾ ഭംഗിയായിട്ട് നമുക്ക് വേണ്ടി ചെയ്തു തരും. അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് വിളിക്കുന്നത് ജഡ്സംബറാണ്. ജഡ്സംബർ വിളിക്കുന്നത് എന്താണെന്നറിയോ, അവിടെ ചെന്നു മിലനും വയ്യ, മമ്മിയെ കൊണ്ടുപോയതാ, മിലനും വയ്യ, എന്താ ചെയ്യണ്ടേ, പോകാൻ പറ്റൂ. ജഡ്സൺ ബ്രദർ എന്നോട് സംസാരിച്ച വിധം എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ടച്ച് ചെയ്തു. ഒരു ചേട്ടൻ അല്ലെങ്കിൽ ഒരു സഹോദരനോട് പറയുന്ന പോലെയാണ് പറയുന്നത്. ജഡ്സൺ ബ്രദർ എപ്പോഴും കുറച്ച് കൂളാണേ, സിസ്റ്റർ പറയുന്ന മാതിരി ഒന്നുമല്ല കേട്ടോ. ഹല്ലേലൂയ. അപ്പം ജഡ്സൺ ബ്രദർ വളരെ ഇതായിട്ടാണ്, വളരെ എന്താ പറയുക, എൻ്റെ സഹോദരൻ പറയുന്നതിനേക്കാളും ഒരു ഇതായിട്ട് എന്നോട് പറയുന്നത്, പക്ഷേ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം, ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ്, എങ്ങനെ ആ കോള് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പം മമ്മിയും കൂട്ടി പോകണം. അപ്പം എന്തുണ്ടായി, 2 പേര് വേണം. അപ്പം ജിജി ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇവിടെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. എന്താണ്, ലിതിയും ടെസ്ലിയും അവിടെ പോകാനായിട്ട് ഓൾറെഡി അവർ പ്ലാൻഡാണ്. അപ്പോൾ അവർ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ 4 പേരും കൂടെ പോയി. ഗ്ലോറിയയ്ക്ക് നല്ല സുഖമില്ലായിരുന്നു, അതുകൊണ്ട് ജൂലിയ ഗ്ലോറിയെ ടേക്ക് കെയർ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരും പോകാനായിട്ട് സ്റ്റെപ്പ് ചെയ്യുമ്പോഴാണ് അടുത്ത കോള്. ആരുടെ? ജഡ്സൺ ബ്രദറിൻ്റെ. വളരെ കൂളായിട്ട് എന്താ പറയുന്നത് അറിയാമോ, 3ാമത്തെ ആളെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, കാരണം തീരെ വയ്യ. പക്ഷെ അത് പറയുന്നത് എനിക്ക് എൻ്റെ ദൈവമേ, ഈ ജഡ്സൺ ബ്രദർക്ക് ഇങ്ങനെയുള്ള ബലം കർത്താവ് എങ്ങനെ കൊടുത്തു. ഒന്നുമില്ലെങ്കിൽ പറയാനായിട്ടൊരാളുണ്ടല്ലോ അല്ലേ. അപ്പം
അതാ അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നോ പ്രോബ്ലം, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയിട്ട് എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിലേക്ക് ഇവർ രണ്ടുപേരും വേണ്ടി കിടക്കുക. അമ്മയുടെ കൂടെ പോയതാ മോളും അമ്മയും രണ്ടുപേരും രണ്ട് സ്ഥലത്താണ്. അത് കഴിഞ്ഞു ഇനി ഇതാ ഹെൽപ്പർ വേണം, ഹെൽപ്പറേയും കൊണ്ട് നമ്മൾ പോവുകയാണ്. പക്ഷേ അപ്പോൾ 3 പേരും 3 സ്ഥലത്താണ്. അപ്പോൾ കുഴപ്പമില്ല. അവിടെ ചെന്നിട്ട് വീട്ടിൽ ചെന്നു ഹെൽപ്പറിനെ എടുക്കാനായിട്ട്. അങ്ങനെ എടുക്കാനായിട്ട് ചെന്നപ്പോൾ അവിടെയുണ്ട് ഫാദർ. അപ്പോൾ ഫാദറും വരാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫാദറെ വേണ്ട, ഞങ്ങൾ പോയാൽ പോരെ. അത് കേട്ടതും എങ്ങനെയാണ് ഫാദർ അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. എന്നോട് പറയുകയാണ്, ഞാനും ജിജിയും കൂടെ പോയത്. യെസ്, നിങ്ങൾ പോയിട്ടോ, എനിക്ക് പറ്റത്തില്ല അല്ലേ. എൻ്റെ ഭാര്യ, എൻ്റെ മകള്, ഇതേ ഇവിടെ ഹെൽപ്പർ, എല്ലാവരും. ഇപ്പോൾ ഞാനിവിടെ ഇങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുക, അതും ഇവിടെ വിസിറ്റിന് വന്നതാ. സ്തോത്രം. പക്ഷേ അങ്കിൾ പറയുകയാണ് നോ പ്രോബ്ലം. വളരെ കോൺഫിഡൻറ്റോടുകൂടി അങ്കിൾ പറയണം ശരി എന്നാൽ ഞാനിവിടെ നിൽക്കാം, പോയിട്ട് വായോ. ഞാൻ പറഞ്ഞു എല്ലാവരും കൂടെ അവിടെ നിൽക്കേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് 3 പേർക്ക് 3 ആൾ നിൽക്കണം. ആരാ 3 ആൾ? ജിജി, ഞാൻ, പിന്നെ ലിദിയ. അപ്പോൾ നിങ്ങൾ 3 പേരും നിൽക്കാനായിട്ടുണ്ട്. പിന്നെ ഒരാൾ ഡ്രൈവറുണ്ട്. 4-5 മണിക്കൂറാണ് ടെസ്ലി ഡ്രൈവർ. ഹല്ലേലൂയ, ഓരോന്നും കാര്യം നോക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ പറയുന്നത് കൃത്യസമയത്ത് അപ്പോൾ ആ പിതാവ്, ആ മകള്, അതുപോലെ തന്നെ അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നെ എന്നോട് എത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് എന്നോട് സംസാരിക്കുന്നത്. ഞാൻ പറയട്ടെ, ദ ഷീപ്പ് ദാറ്റ് അക്നോളജ് ദ ഷെപ്പേർഡ്. നമുക്ക് അങ്ങനെയുള്ള ലീഡേഴ്സ് വേണം. അക്നോളജ് ചെയ്യട്ടെ, നമ്മെ അറിയട്ടെ, നമ്മെ പിൻപറ്റാൻ, നമ്മോട് ചോദിക്കാൻ ഒരു മടിയും കൂടാതെ വളരെ ധൈര്യത്തോടെ അങ്ങനെ വേണം നാം കർത്താവിനെ സെർവ് ചെയ്യാനായിട്ട്. ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. എനിക്ക് സന്തോഷമുണ്ടായി. അവർക്ക് എന്നെ വിളിക്കാൻ പറ്റിയല്ലോ, എന്നെ തോന്നിയല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ജേഴ്സൺ ബ്രദറെ, ഇതൊരിക്കലും ഒരു ദുഃഖമല്ല. ഐ ലേൺ സംതിങ്. ഒരു ചീഫ് ഷെപ്പേർഡ് ഉണ്ട്. ഹല്ലേലൂയ. അവൻ നിനക്ക് വേണ്ടി, നീ ഒരുപാട് നാളായില്ലേ, നിന്നെ ഒന്ന് പഠിപ്പിക്കണം, നിന്നെ ഒന്ന് ബലപ്പെടുത്തണം എന്ന് പറഞ്ഞ് എൻ്റെ കർത്താവ് ചെയ്തതാണ് കേട്ടോ. സോറി, നിങ്ങളെ ഉപയോഗിച്ചത്. നിങ്ങൾ കുറേ കഷ്ടത്തിലൂടെ കടന്നുപോയി. ദൈവം നിങ്ങളെ മാനിക്കട്ടെ. രണ്ടാമത് എന്താണെന്നറിയാമോ? രണ്ടാമത് പറയേണ്ടത് ഹല്ലേലൂയ, ദ ഫാമിലി ദാറ്റ് സ്റ്റാൻഡ് ടുഗദർ വിത്ത് യു. ഹല്ലേലൂയ. ഞാൻ കുടുംബത്തെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്നു. ആമേൻ. സ്തോത്രം. അതായത് തക്ക സമയം. അതെന്തിനാ ആ സമയത്ത് എപ്പോഴും അങ്ങനെയൊന്നും ടെസ്ലിയും ലിതിയും ഒരുമിച്ച് കിട്ടാറില്ല. എന്നാൽ അന്ന് ഞങ്ങൾ 6 പേരുണ്ട് അവിടെ. സ്തോത്രം. എന്നാൽ ഇമ്മീഡിയറ്റ്ലി ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ജിജി ഞാനും കൂടെ നിൽക്കുമ്പോൾ അവർ ലിതിയും ടെസ്ലിയും കൂടെ ഓൾറെഡി പ്ലാൻ ചെയ്തു. ഇല്ല, പപ്പയ്ക്കും മമ്മിക്കും നാളെ ആരാധനയുണ്ട്, അവിടെ പോകണം, അതുകൊണ്ട് നമുക്ക് നിൽക്കാം ഇവിടെ. അപ്പം ഞാൻ പറഞ്ഞു ഒപ്പം നിൽക്കും. ഞാൻ ചിന്തിക്കേണ്ട കാര്യമില്ല, നമ്മളൊരു ഷെപ്പേർഡ് അതിനെക്കുറിച്ച് വറിയാകേണ്ട കാര്യമില്ല. ദ ഫാമിലി ഈസ് ടുഗദർ വിത്ത്. അതുകൊണ്ട് വേറെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പേര് ഇറങ്ങി. ലിദിയ, ഞാൻ പറഞ്ഞില്ലേ, ഗ്ലോറിയ, ജൂലിയ അവർ വീട്ടിൽ. അങ്ങനെ ഞങ്ങൾ 4 പേരും പോയി. അങ്ങനെ 3 പേരും 3 ലൊക്കേഷനിലാണ്. ഞാൻ ഹെൽപ്പറുടെ കൂടെയുണ്ട്, ലിദിയ ഐ ബിലീവ് ആൻറ്റിയുടെ കൂടെയുണ്ട്, പിന്നെ സിസ്റ്ററുടെ കൂടെ ജിജിയുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 പേര്. ടെസ്ലി പുറത്താണ്. ഹല്ലേലൂയ. അങ്ങനെ നിൽക്കുന്നു. ഉടനെ തന്നെ എന്തുണ്ടായി, ഒരുമിച്ച് എല്ലാവരും കൂടെ ചേർന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അപ്പം തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ആ ചാറ്റ് ഗ്രൂപ്പ് ആക്ടിവേറ്റ് ചെയ്തു. എവിടെയാണ് ഇൻഫർമേഷൻസ്, കാരണം 4 പേര് 4 സ്ഥലത്താണ്, 6 പേര് 5 സ്ഥലത്താണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ഒപ്പം തന്നെ ഡിസംബർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ വലിയ ഒരു ദൈവസ്ഥാനം ഒപ്പം എല്ലാവരും ഉണ്ട് എന്ന് എൻ്റെ ദൈവം കാണിച്ചു തന്ന ഒരു ദിവസമായിരുന്നു. ദ ഫാമിലി സ്റ്റാൻഡ്സ് ടുഗദർ വിത്ത് യു. ദൈവത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ, നിർമ്മലതയോടുകൂടെ ആടുകൾക്ക് വേണ്ടി, കർത്താവിൻ്റെ ആടുകൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ, വില കൊടുത്ത് ഞാൻ പറയട്ടെ, നമ്മൾ സെൽഫായിട്ട് വോളണ്ടിയർലി ലെറ്റ് us come. കാരണം ദൈവത്തിൻ്റെ ആടുകളെ ഹല്ലേലൂയ മേയ്ക്കുവാൻ വേണ്ടി നിങ്ങൾ അവയിൽ ചെയ്യുമ്പോൾ നിങ്ങളെ കരുതുന്ന, നിങ്ങളുടെ കുടുംബത്തെ ഒരുമിച്ച് നിർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ അന്ന് പഠിച്ചു. ഹല്ലേലൂയ. ദൈവം പഠിപ്പിച്ചു. അല്ലെങ്കിൽ അവിടെ ആ സമയത്ത് നിങ്ങൾ 5 പേരും 6 പേരുണ്ടാകേണ്ട കാര്യമില്ലായിരുന്നു. എന്നാൽ ദൈവം തക്ക സമയത്ത് ചെയ്തു. അത് ആ കുടുംബത്തിനും അത് സഹായം. എനിക്ക് കൂടുതൽ വറിയാകണ്ട, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ള ആളുകളെ വിളിക്കണം. എല്ലാവരും കൂടെ ഉണ്ട്, എല്ലാവരുടെ കൂടെ നിൽക്കാനും ആളുകളുണ്ട്. സ്തോത്രം. ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്, നമ്മോട് കൂടെ നിൽക്കുന്ന ആ സ്തോത്രം കുടുംബം. മൂന്നാമതായിട്ട് ഹല്ലേലൂയ, നമ്മോട് കൂടെ നിൽക്കുന്ന, നമ്മുടെ മേലെ തൻ്റെ ഫേവർ ചൊരിയുന്ന ദൈവത്തെ എനിക്ക് കാണുവാൻ കഴിഞ്ഞു.
ആ ക്രൈസിസിൽ ഇവിടെ ചെന്നപ്പോൾ മക്കളെ രണ്ടുപേരെയും കണ്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവർ വിടുതൽ ഇപ്പോൾ പ്രാപിക്കുന്നതായിട്ട്, അവർ റിക്കവർ ആകുന്നതായിട്ടുള്ള ഇൻഫർമേഷൻസും കാണുവാനും കണ്ടു. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു, ദൈവത്തിൻ്റെ ഫേവർ. ഹല്ലേലൂയ. എന്നാൽ ഇതേ സമയം തന്നെ എന്തിനാണെന്നറിയാമോ, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനായിട്ടും ഈ കുടുംബം നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കാൻ തുടങ്ങി, പരസ്പരം അവരപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങി. സ്തോത്രം. ഇന്ന് വളരെ സന്തോഷത്തോടെയും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. എന്നാൽ അന്ന് അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ദാറ്റ് സിറ്റുവേഷൻ വാസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. എന്നാൽ ദൈവം കൂടെ നിന്നു, ദൈവം കൂടെ നിന്നു. സ്തോത്രം. പ്രിയപ്പെട്ട ആൻറ്റി അതുപോലെ തന്നെ പ്രിയപ്പെട്ട മിലൻ രണ്ടുപേരെയും അവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന് അവർ ആദ്യം വാശി പിടിച്ചു. രണ്ടുപേരെയും അവിടെ അഡ്മിറ്റ് ചെയ്യണമെന്ന്. അപ്പം എന്താ ഇത് ഇൻഫർമേഷൻ പറയുകയാണ്. അപ്പോൾ ലിതിയ പറയാണ്, നോ, ദേ ഡോണ്ട് വാണ്ട് ടു ലീവ് ആൻറ്റി, ദേ വാണ്ട് ടു ബി ഹിയർ വൺ മോർ ടെസ്റ്റ്, ഓൾ ദീസ് തിങ്സ്. ഇപ്പുറത്തുനിന്ന് സ്തോത്രം ജിജി പറയുന്നു, ഇല്ല, അത് മിലൻ ചോദിച്ചു നോക്കുന്നുണ്ട് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടട്ടെ എന്ന്. അല്ല, അവർ ഇവിടുന്ന് ലക്ഷണമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ഒപ്പം തന്നെ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം. ആമേൻ. അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു ജഡ്സൺബറിൻ്റെ അടുത്ത്. എന്നാൽ പ്രാർത്ഥിക്കുവാൻ, ഇടവിൽ നിൽക്കുവാനായിട്ട് ദൈവം അവസരം തന്നു. ആൻഡ് ദ ഫൈനൽ റിസൾട്ട് യു ഓൾ നോ. ഒരേ സമയത്ത് എല്ലാവരും ഡിസ്ചാർജ് ആയിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് വീട്ടിൽ പോകുവാൻ സഹായിച്ചു. ഞാൻ പറയുമ്പോൾ വളരെ വേഗത്തിൽ കൈകളടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവം ഞാൻ വിശ്വസിക്കുന്നു, അവൻ ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമായിട്ട് നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അവൻ കൃത്യസമയത്ത്, ഹല്ലേലൂയ. അവിടെ ഏതാ ആൻറ്റി വന്നു ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴേക്കും മിലൻ സിസ്റ്ററും വന്നു. എല്ലാം ഡിഫറെൻറ്റ് ലൊക്കേഷനാണ്, ഡിഫറെൻറ്റ് ടെസ്റ്റിങ്ങാണ്, ഡിഫറെൻറ്റ് ഇതാണ്. അവർ അന്ന് വിടുമോ ഇല്ലയോ എന്ന് ഒരാൾ ചിലപ്പോൾ റിലീസ് ആകുമെന്ന് പറഞ്ഞു, എന്നാൽ അടുത്ത ആൾ പറ്റത്തില്ലെന്ന് പറയുന്നു. അങ്ങനെ നിന്നതാ, അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതാ. പക്ഷേ എല്ലാം പിന്നീടുള്ള ടെസ്റ്റുകളൊക്കെ നമ്മൾ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അങ്ങനെ 3 പേരും ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ കൊണ്ടാക്കുവാനായിട്ട് ദൈവം ഇടയാക്കി തീർത്തു. ദൈവത്തിന് മഹത്വം കൊടുത്തു. നമ്മുടെ ദൈവം ഏറ്റവും നന്നായിട്ട് നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വളരെ പെർഫെക്റ്റായിട്ട് സ്നേഹിക്കുന്ന, ഹല്ലേലൂയ, കർത്താവിൻ്റെ സ്നേഹം രുചിച്ചറിയുന്ന ഒരു ചർച്ചായിട്ട് ഞാൻ പറയുന്നു. ഇതാണ് ചർച്ച്. ഒരുമിച്ച് നിന്ന് ലീഡർഷിപ്പിനെ അറിഞ്ഞ് നമുക്ക് ഒരുമിച്ച് ആ ദൈവത്തിൻ്റെ ക്വാളിറ്റിയോടുകൂടെ, സെൽഫ്ലെസ് മോട്ടീവ്സ്, ഹല്ലേലൂയ, കൂടെ ദൈവത്തിൻ്റെ ആടുകളാണ്, അവനാണ് വില കൊടുത്തതെന്ന് മനസ്സിലാക്കിയിട്ട് 100% അത് ടേക്ക് കെയർ ചെയ്യും എന്ന് കരുതിയിട്ട്, ഹല്ലേലൂയ, ആർക്കും എപ്പോൾ വേണമെങ്കിലും എന്ത് അനുഭവങ്ങളും ഉണ്ടാകാം. എന്നാൽ ഒരു ചർച്ച് എന്നൊരു ബോഡി ഉണ്ട്. ദ പെർഫെക്റ്റ് ചർച്ച്. 133 സങ്കീർത്തനക്കാരൻ 3 വാക്യമേ പറഞ്ഞുള്ളൂ. വായിച്ചാട്ടെ. ഇതാ, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞു പോലെയുമാകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായിട്ടുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. ബാക്കിയൊക്കെ എത്ര ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. പക്ഷേ ഇവിടെ ദൈവം ഒരു കാര്യം പറയുന്നുണ്ട്. ഹല്ലേലൂയ. സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞു പോലെ ആകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. എവിടെ യൂണിറ്റി ഉണ്ടോ, എവിടെ നമ്മൾ ഒന്നിച്ചു നിൽക്കുന്നോ, എവിടെ സഹോദരന്മാർ ഒന്നിച്ചാകുന്നോ, അവിടെ ദൈവം തൻ്റെ അനുഗ്രഹം പകരും. ഹല്ലേലൂയ. നമ്മൾ അന്വേഷിക്കേണ്ടുന്ന ചർച്ച്, നമ്മൾ വലിയ ചർച്ച് നോക്കണ്ട, നല്ല മ്യൂസിക്കും നല്ല ഇതും നോക്കണ്ട. എന്നാൽ ഒരുമിച്ച് ഒരു മനസ്സോടെ നിൽക്കുന്ന ഒരു ചർച്ച് ഉണ്ടെങ്കിൽ അവിടെ പോകണം. നിങ്ങൾ ചിന്തിക്കുകയാണ് ഇവിടെ അതില്ല എങ്കിൽ ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യത്തില്ല. സ്തോത്രം. കാരണം ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങണമെങ്കിൽ, അവൻ്റെ അനുഗ്രഹം ഇറങ്ങണമെങ്കിൽ പുകയും കാറ്റും വെടിയൊന്നും അല്ല വേണ്ടത്. വി നീഡ് ടു ഹാവ് വൺനെസ്. ഒന്നിച്ച് നിൽക്കുന്ന ഒരു, ഹല്ലേലൂയ, ചർച്ചായിട്ട് നാം നിൽക്കേണ്ടത് ആവശ്യമാണ്. വൺനെസ്. 100% ആടുകളെയും അറിഞ്ഞ് മനസ്സിലാക്കി ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടത്തെ ദൈവത്തിന് ആവശ്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇത് അന്ന് ഞാൻ, ഹല്ലേലൂയ, ഈ ടെസ്റ്റിമണി പറയുമ്പോൾ അന്നില്ലാത്ത മറ്റൊന്ന് ദൈവം തന്നിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഒരു കൺഫർമേഷൻ ദൈവം തന്നു. അതെന്താണ്? ഹല്ലേലൂയ. ആ കൺഫർമേഷൻ കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. അതായത് ആ ഒരു ശനിയാഴ്ച ഞങ്ങളിവിടെ, ഹല്ലേലൂയ, രാത്രിയിലൂടെ കൂടി വന്നത്. അന്ന്, ഹല്ലേലൂയ, ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒന്ന് വന്ന് പ്രാർത്ഥിക്കാമെന്ന് പലരും സജസ്റ്റ് ചെയ്തു. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഞങ്ങളിവിടെ കൂടി വന്നു, നമുക്ക് ഒരുമിച്ച്, ഹല്ലേലൂയ, ആ ഫാസ്റ്റിംഗ് പ്രെയറിൻ്റെ ക്ലോസിംഗ് സെഷൻ ഇവിടെ ചർച്ചിൽ വെച്ചാണ് നടന്നത്.
ഞാനൊരു കാര്യം പറയട്ടെ, അന്ന് കടന്നു വന്ന എല്ലാവരുടെ മേലും 100% അത്യന്ത ശക്തിയാണ് ഹല്ലേലൂയ സ്തോത്രം അന്ന് ആ ദൈവം ചൊരിഞ്ഞത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് വെറുതെ ഒന്നും വരത്തില്ല കേട്ടോ. നമ്മുടെ ഒരുക്കത്തോടെ ഉണ്ടെങ്കിൽ മാത്രമേ വരത്തുള്ളൂ. അന്ന് ഞാൻ ഇതിനു മുന്നമേ നമ്മൾ ഇതുപോലെ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ കൺവെൻഷൻ സമയത്ത് ഞാൻ അത് അനുഭവിച്ചതാണ്. ഹല്ലേലൂയ. എന്നാൽ നമ്മിൽ പലരും അത് അനുഭവിച്ചതാണ് അന്ന് ആ സമയത്ത്. എന്നാൽ ഞാൻ പറയട്ടെ, അത് കഴിഞ്ഞു രണ്ടാമത് നമ്മൾ ആ സമയത്ത് നമുക്ക് ഒരു ചിന്തയുണ്ടായിരുന്നു. ഒരു എക്സ്റ്റേണൽ പേഴ്സൺ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഹല്ലേലൂയ കൂടെ നിന്നു, നമ്മൾ പ്രാർത്ഥിച്ചു, കിട്ടി എന്ന നമ്മുടെ ചിന്ത ശരിയായിരിക്കാം. അതുവരെ നമുക്കില്ലാത്ത ഒരു അനുഭവമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ശനിയാഴ്ച ദൈവം കൺഫേം ചെയ്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. എക്സ്റ്റേണലിൽ അല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്, നിന്നിൽ പകർന്നിരിക്കുന്ന ഹല്ലേലൂയ ഒരു അനുഭവമുണ്ട്, നിനക്ക് തന്നിരിക്കുന്ന അനുഭവമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ എക്സ്റ്റേണൽ ആരുമില്ല. ഞാനുണ്ട്, ഐസംബദറുണ്ട്, ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളുണ്ട്, ഒരുക്കത്തോടെ വന്നവരുണ്ട്. 100% പേരും അന്ന് ഹല്ലേലൂയ ഇതുവരെയും ലഭിക്കാത്ത, ഞാൻ കൺവെൻഷനിൽ ലഭിച്ചതിനേക്കാളും ആ ഒരു വലിയ അനുഭവമായിരുന്നു ആ ശനിയാഴ്ച ഇവിടെ അനുഭവിച്ചത്. അതിന്റെ അർത്ഥം ഈ ചർച്ചിനുള്ളിലുണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ അതിശക്തമായ ഹല്ലേലൂയ ഒരു ഉണർവ് ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് ഞാനും നിങ്ങളും അറിഞ്ഞാൽ നല്ലത്. ഹല്ലേലൂയ സ്തോത്രം. അതിശക്തമായിട്ട് അന്ന് അത് രുചിച്ചറിയുവാനിടയായി തീർന്നു. വന്ന എല്ലാവരും അല്ലേ? ഹല്ലേലൂയ. എന്നാൽ കൺവെൻഷന് കുറച്ചു പേരൊക്കെ അനുഭവിച്ചു. എന്നാൽ അതിനേക്കാൾ ശക്തമായിട്ട് ഞാനിപ്പോഴും അതിൻ്റെ ശക്തി ഇപ്പോഴും കൊണ്ടു നടക്കുന്നു. ഞാൻ കേട്ടു പലരും പറഞ്ഞു ആ ശക്തി വീണ്ടും നിന്നിട്ടില്ല, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. ഞാൻ പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിട്ടുണ്ട്. Our church is going to be different. Our church is growing. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, മറ്റു പലര് ഇവിടെ ഹല്ലേലൂയ വന്ന് ഇവിടെ നടക്കുന്നതല്ല, മറിച്ച് ഈ ചർച്ച് അഭിഷേകം പ്രാപിക്കാനായ ആളുകൾ ഇവിടെ കടന്നു വരണം. കാരണം ഇവിടെ ഐക്യത വേണം, ഇവിടെ ഒരുമിച്ച് നിൽക്കണം, ഇവിടെ ദൈവത്തിന്റെ ശക്തികൾ വെളിപ്പെടണം. ചർച്ചായിട്ട് വേണം. Let this be a different church. We don't want to imitate church. Hallelujah. We want to be a unique church where Christ reveals himself. ഹല്ലേലൂയ. തീർച്ചയായിട്ടും അത് സംഭവിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, 100% ആടുകളോട് ഞാൻ പറയട്ടെ, ഇവിടെ ദൈവത്തിന്റെ ശക്തിയോ അല്ലെങ്കിൽ ദൈവത്തിന്റെ കരുണയോ ലഭിക്കുന്നത് നമ്മുടെ മിടുക്ക് കൊണ്ടല്ല. നോട്ട് ദാറ്റ് വി ആർ ഏബിൾ, ബട്ട് ജസ്റ്റ് ബിക്കോസ് വൺ തിങ് ദാറ്റ് വി ആർ അവൈലബിൾ. 100% ആളുകൾക്കും വേണ്ടത് യു നോ നീഡ് ടു ബി ഏബിൾ പേഴ്സൺ, ബട്ട് ഇഫ് യു ആർ അവൈലബിൾ, ദാറ്റ് ഇസ് മൈ ടെസ്റ്റിമണി. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ച ആളോ ചിന്തിച്ച ആളോ അല്ലായിരുന്നു. എന്നാൽ ഒരു കാര്യം ഉണ്ടായിരുന്നു, എവിടെ ചർച്ചിന്റെ ഹല്ലേലൂയ കാര്യങ്ങളുണ്ടോ അവിടെ ഞാൻ അവൈലബിൾ ആയിരുന്നു. ഐ വാസ് നോട്ട് ഏബിൾ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ ചെറുപ്പത്തിലെ വിക്കി മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ്. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ ദൈവം ചെയ്യും. പക്ഷെ ഒരു കാര്യം, കർത്താവിനെ അറിഞ്ഞ സമയം മുതൽ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? എവിടെയെല്ലാം പോയിട്ടുണ്ടോ അവിടെയെല്ലാം ഞാൻ എന്നെ തന്നെ അവൈലബിൾ ആക്കും. ഐ ആം ദേർ, യൂസ് മീ. ഹല്ലേലൂയ. ആരും കാണണ്ട, ആരും ചോദിക്കേണ്ട, ഒന്നും വേണ്ട. തന്നാലാവുന്നത് നമുക്ക് ചെയ്യാം. We no need to be able, but we have to be available. Amen. How many of you are ready? God is going to use us mightily. Amen. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ഹല്ലേലൂയ ഒരു പാട്ട് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അവന് മുഴുവൻ മഹത്വം കൊടുത്താട്ടെ. ഞാൻ പറഞ്ഞത്, ഈ ചർച്ചിൽ നമ്മൾ ഹല്ലേലൂയ ഒരുമിച്ച് we will become a model church and we will be ഹല്ലേലൂയ എന്താ പറയാ filled with the Holy Spirit empowerment. നമ്മുടെ ദൈവത്തിന്റെ യേശുവിന്റെ സാന്നിധ്യം ഇവിടെ കൊണ്ടുവരുന്നത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ ആത്മാവാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിടത്ത് എവിടെയെല്ലാം ഹല്ലേലൂയ യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുവോ അത് ഇവിടെ ഇറങ്ങും. ഇന്ന് എനിക്കറിയാം, ഇവിടെ കടന്നു വന്നവരിൽ പലരും ഭാരത്തോടെയും പ്രയാസത്തോടെയും വന്നിട്ടുണ്ട്. എന്നാൽ നമ്മെ ഹല്ലേലൂയ പരിപാലിക്കുന്ന, വഴി നടത്തുന്ന ഒരു ശ്രേഷ്ഠ ഇടയനുണ്ട്. അവൻ നമ്മെ കരുതും, നമ്മുടെ കുടുംബത്തെ കരുതും. ഹല്ലേലൂയ. നമ്മെ അവൻ ബലപ്പെടുത്തും. നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം.